സെയിൻറ്റ് ജെയിംസ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ബൈബിളിൽ ഒരു കത്തുണ്ട്, ഒരു ലേഖനം, സെയിൻറ്റ് ജെയിംസ് എപ്പിസിൽ. അത് ഏകദേശം വലിയ നീളമൊന്നുമില്ലാത്തൊരു ലേഖനമാണ്. അത് നമ്മൾ പാരായണം ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് ഏകദേശം നമുക്ക് പിടികിട്ടും. യാക്കോബ് ശ്ലീഹായുടെ വലിയ പണ്ഡിതനാണെന്നൊന്നും അദ്ദേഹം അവകാശപ്പെടാതെ ചെറിയ വാക്യങ്ങളിലൂടെ അദ്ദേഹം വലിയ മഹത്തരമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അധികം പള്ളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സഭയിൽ കർത്താവിൻ്റെ സഹോദരൻ എന്നൊക്കെയുള്ള വിശേഷണമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണനകൾ ഉണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ആളാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രധാന പ്രവർത്തന രംഗങ്ങളിൽ 3 പേരെയാണ് കൂടെ കൂട്ടിയിട്ടുള്ളത്. നമുക്കറിയാമോ? മരിച്ചവരെ ഏർപ്പിക്കാൻ പോകുമ്പോൾ, ഗത്സീമോനിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, പർവ്വമലയിലൊക്കെ 3 ശ്ലീഹന്മാരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ വല്ലതും അറിയാമോ? ഓർക്ക പറ. ക്ഷീണമാണ്, കൂതാശയും കഴിഞ്ഞ് ഡെഡ് ടയേർഡ് എന്ന് പറഞ്ഞ പോലെ വളരെ ക്ഷീണിച്ചിരിക്കുക കൊണ്ട് ഒരു ഓർമ്മയും വരുന്നില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നമുക്കൊരു പിടിയില്ല എന്താ ഈ 3 പേരെ മാത്രം സുപ്രധാനമായ ചില സന്ദർഭങ്ങളിൽ കൂടെ കൊണ്ടുവന്നു. അത് യാക്കോബ് യോഹന്നാനെയും പ്രത്യേക ഒരു പേരും കൊടുത്തിട്ടുണ്ട്, സൺസ് ഓഫ് തണ്ടർ എന്നാണ്. ഒരുമാതിരി ടെററിസ്റ്റ് സ്വഭാവമാണെന്ന് തോന്നുന്നു കേട്ടാൽ. ശരിയായിരിക്കാം. അവരെ ഒന്ന് മരുക്കിയെടുക്കുകയായിരുന്നു യേശുക്രിസ്തു. സെയിൻറ്റ് പീറ്റർ ആണെങ്കിൽ എടുത്തു ചാടി അഭിപ്രായം പറയുന്നയാൾ, ഇറസിസ്റ്റബിൾ എന്ന് പറയും, പിടിച്ചാൽ നിൽക്കുക. പിന്നെ പോയി അയ്യോ അത് വേണ്ടായിരുന്നു കരയും. ഈ 3 പേരെ അവരാക്കി തീർക്കാൻ അവരെ കൂടെ കൊണ്ടുപോകും. അവരാണ് പ്രധാന സാക്ഷികൾ. മറുമലയിൽ പോയി യേശുക്രിസ്തുവിൻ്റെ ഭാരതീയർ വിളിക്കുന്ന വിരാട സ്വരൂപം എന്ന് പറയും, വലിയ മഹത്വ ദർശനം. അത് കുറേയൊക്കെ കാണാനും കേൾക്കാനും ഈ 3 പേർക്ക് മാത്രമാണ് ഭാഗ്യമുണ്ടായത്. ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവരെ ഇങ്ങോട്ട് നോക്കിക്കേ, നടുക്കിരിക്കുന്നയാൾ ആ സാധനം താത്തു വെച്ച് ഇങ്ങോട്ട് നോക്കിയാൽ 3 പേരുടെ പേര് പറഞ്ഞു. പീറ്റർ, ജെയിംസ്, ജോൺ. ഞാൻ ഇച്ചിരി കഴിവ് ചോദിക്കണം. പീറ്റർ, ജെയിംസ്, ജോൺ. ഈ 3 പേരിൽ ഒരാളുടെ പേരിലാണ് നിങ്ങളുടെ പള്ളി. അതുകൊണ്ടെങ്കിലും അത് ഓർക്കണം. ഒരസാധാരണ മനുഷ്യനാണെന്ന് തോന്നും, ചൂടനായിരിക്കും അല്ലേ. പിന്നെ ഇടിമക്കൾ എന്നൊക്കെ, ഇടിമക്കൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വലിയ ആശയഗാംഭീര്യത്തിൻ്റെ കാര്യമൊന്നുമല്ല. അവർ പ്രതികരിക്കുന്നതിൽ അതിശക്തമായി പ്രതികരിക്കുന്നവരാണ്. അവർ സഭയുടെ പിന്നീടുള്ള വളർച്ചയിൽ ഇങ്ങനെയുള്ളവരെ കൂടെ വേണം. വെറും കുഞ്ഞാടുകളെ പോലുള്ളവർ മാത്രമല്ല. യേശുക്രിസ്തുവിന് അറിയാം ആരെയൊക്കെ തിരഞ്ഞെടുക്കണം, ആരെ കൂടെ കൊണ്ടുപോകണമെന്നില്ല. അങ്ങനെ ഈ 3 പേരിൽ പോയി പിന്നെയും താഴോട്ട് പോയല്ലോ. ഞാൻ ഇച്ചിരി ചോദിക്കുന്ന പേരെല്ലാം പറയാം. നേരെ ഇരിക്കുക. അവനെ ഇങ്ങോട്ട് നോക്കിയില്ലടാ. ആ കൈ ഇരിക്കുന്ന സാധനം എന്നതാ, പോക്കറിയുടെ. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ പോലും യേശുക്രിസ്തുവിനടുത്ത് വന്നാൽ അത് ശരിയാക്കിയെടുക്കും. അതിനുള്ള വിദ്യ അദ്ദേഹത്തിന് അറിയാം. അവർ 3 പേരും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. ഒരാളൊഴികെ മറ്റ് 2 പേരും കൊല്ലപ്പെട്ടു, രക്തസാക്ഷികളായി. യോഹന്നാൻ മാത്രം സ്വാഭാവിക മരണം പ്രാപിച്ചു. മറ്റൊരു 2 പേരും രക്തസാക്ഷികളായി മരിച്ചു. ആരാ 3 പേരുടെ പേര് പറഞ്ഞ്? 3 പേര് ഓരോരുത്തരുടെ പേര് പറഞ്ഞ്. ആദ്യത്തെ പത്രോസ്, പീറ്റർ. പത്രോസ് എന്ന് പറഞ്ഞ പീറ്റർ. പിന്നെ രണ്ടാമത്തെ ആരാ? ജെയിംസ്, ജോൺ. ഇങ്ങനെ നേരെ ഇരിക്കുക. വലിയ വയസ്സിലൊന്നും ആയില്ലല്ലോ, കൈയൊക്കെ കുത്താതെ നേരെ ഇരുന്നേ ആണ്. അങ്ങനെ 3 പേരെ ഞാൻ പറഞ്ഞ വർക്കല്ലേ. പീറ്റർ, ജെയിംസ്, ജോൺ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എന്നിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ സ്വാഭാവിക മരണം പ്രാപിച്ച് കൊല്ലപ്പെടാതിരുന്നത്, യോഹന്നാൻ.
ഇനി ഞാൻ ഒരു കാര്യം പ്രാതികൾ പാടും, ഞാൻ പ്രസംഗിക്കൊന്നുമല്ല. യോഹന്നാനുള്ളതിൻ്റെ അർത്ഥം എന്നായിരിക്കും? സേവേറിയ സിനിമയുടെ മാവോസ പേരാ യൂഹാനോൻ. എന്തുമായിരിക്കും അതിൻ്റെ അർത്ഥം? നിങ്ങളാരും സേവേറിയ സിനിമയെ കണ്ടിട്ടില്ലല്ലോ? നിങ്ങളാരും കണ്ടു കാണുകയല്ല. യൂഹാനോൻ, ജോൺ എന്ന് പറഞ്ഞാൽ ദൈവം കാരുണ്യവാൻ, യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ്. ദൈവം കരുണയുള്ളവൻ, മനസ്സലിവുള്ളവൻ എന്നൊക്കെയായി ജോൺ, യോഹന്നാൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ യോഹന്നാന്. അദ്ദേഹത്തെ വിളിക്കുന്നൊരു പേരുണ്ട്, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. ആരെയാ വിളിക്കുന്നത്? യോഹന്നാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. അത് ഇപ്പോൾ എല്ലാ സ്നേഹത്തെക്കുറിച്ചാണ് എഴുതുകയും പറയുകയും കടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകനാണെന്നൊക്കെ എഴുതി വെക്കണമെങ്കിൽ ആൾ മോശമാണ്. സ്നേഹത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ച്, അതിൻ്റെ അഭാവം വരുത്തുന്ന വലിയ ദുർഘടങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും എഴുതുകയും ചെയ്ത് അവസാനം വരെ ഒത്തിരി വയസ്സിൽ നിന്ന് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോഴും പറയും, മക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ട്, പ്രായമുള്ളവർ ഓർക്കും, പാമ്പാടി തിരുമേനിയുള്ള കാലത്ത് നിലയ്ക്കൽ കൺവെൻഷനിൽ എല്ലാ വർഷവും പോകും. അദ്ദേഹം വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച ആളൊന്നും അല്ല. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ കോട്ടയം ഭദ്രാസനക്കാരെല്ലാം നല്ലപോലെ കേൾക്കും. അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം എന്നും പ്രസംഗിക്കും. വലിയ തിയോളജി 5-6 പോയിൻ്റ് ഒന്നും അല്ല പ്രസംഗിക്കുന്നത്. മക്കളെ മറന്നു പോകരുതേ, മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഇതൊക്കെ ഓർത്ത് ഇതെല്ലാ വർഷവും പ്രസംഗിക്കരുത്. സാധാരണ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയാറില്ല. കൺവെൻഷൻ പ്രസംഗർ വല്ലതും ഇതിനെക്കുറിച്ച് പറയുമോ? പറഞ്ഞാൽ നമ്മളവരെ വിടുവോ? അടുത്ത വർഷം വിളിക്കണ്ടെന്ന് പറയും. അപ്പം അത് വീണ്ടും നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. മരണം, ന്യായവിധി, സ്വർഗം, നരകം, കർത്താവിൻ്റെ വരവ്, ഇതല്ല. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹം എന്നും പറയും ദി അപ്പോസിൽ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കും. അത് 3 പേരിൽ ഒരാൾ. അതിൽ 2ാമത്തെ ആളാണ് ജെയിംസ്. ജേക്കബ് എന്നും ജെയിംസ് എല്ലാം പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, യാക്കോബ്. ആ വാക്കിൻ്റെ അർത്ഥം കേട്ടാൽ എൻ്റെയും പേര് അത് തന്നെയാണ്. ഞാൻ വന്ന് വിളിച്ച് ചെമ്പാച്ചോട് പറഞ്ഞു, ഈ നമ്മളാ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ മജോറിറ്റി ഞങ്ങളത്. 2 യാക്കോബന്മാരുണ്ടല്ലോ അവിടെ. അൽഫായപുത്രൻ യാക്കോബുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ആ കൂട്ടത്തില്ല, ഞങ്ങളാണ് മജോറിറ്റി. അതിൻ്റെ അർത്ഥം കേട്ടാൽ നമ്മൾ ഇച്ചിരിക്കും, കാലുവാരി എന്ന അർത്ഥം, ചതിക്കുന്നവനെന്ന അർത്ഥം. എൻ്റെ കാര്യമല്ല പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ജനിച്ചു വരുമ്പോൾ തന്നെ കൂടെ ജനിച്ച ആളുടെ കുതികാല് പിടിച്ചിരിക്കുക. അത് ആ കാലുമായി പിടിച്ച് താഴെ ഇട്ട് കളയും. പേരെന്നേ ഉള്ളൂ. അദ്ദേഹം ചെറുപ്പകാലത്ത്, യൂത്തായിരുന്ന കാലത്ത്, യാക്കോബ്, പഴയ നിയമത്തിലെ യാക്കോബ് യുവജനമായിരുന്ന കാലത്ത് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി, ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ടീഷൻ വയ്ക്കുന്ന ആളായി. പക്ഷേ ദൈവം പണങ്ങിയില്ല അവനോട്. ഉറക്കത്തിൽ സ്വപ്നം കണ്ട ഒരാളുടെ കാര്യമായി പറയുന്നു. സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ താഴെ ഭാഗം ഭൂമിയിൽ, മറ്റേ സ്വർഗത്തിൽ ഒരു ലാഡർ കണ്ടു. അറിയാമോ ലാഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെ ഒരു പടിയുള്ളത്, സ്റ്റെപ്പുള്ളത്, കോണി അല്ലെ ഗോവേണി എന്ന് പറയും. ആ സ്വപ്നം കണ്ട ആൾ യഹോവയോട് ചില കണ്ടീഷൻ വയ്ക്കും. കാര്യമൊക്കെ ശരിയാണ്, എനിക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, സുരക്ഷിതത്വം വേണം. ഇതൊക്കെ തരികയാണെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കുന്നത്. അത്രയും പറയണമെങ്കിൽ ആൾ മോശമല്ലല്ലോ. അതാണ് പഴയ നിയമത്തിലെ യാക്കോബ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് മനപ്രയാസമൊക്കെ ഉണ്ടായി. ഒടുവിൽ അദ്ദേഹം വലിയ ആളായി തീർന്നു യാക്കോബ്. അതൊക്കെ പഴയ നിയമത്തിൽ പറയുന്ന കഥകളൊക്കെയാണ്. ഈ യാക്കോബ് ശ്ലീഹായും അങ്ങനെ തന്നെ അദ്ദേഹം സാത്വികനായി മാറി. മഹാചൂടനായിരുന്നയാൾ യേശുക്രിസ്തുവിൻ്റെ സംസർഗം മൂലം നല്ല സുശീലനായി, സ്വഭാവ ഗുണമുള്ളവനായി മാറി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ എന്നാ സംഭവിക്കും? നമ്മളൊക്കെ ചൂടന്മാരും ചൂടികളുമാണെങ്കിൽ മര്യാദക്കാരായി മാറും. ഈ ഇന്ത്യക്കാർ വിശ്വസിക്കുന്നത് ഈ രുദ്രാക്ഷമാല ഇടുക എന്നെങ്കിൽ ആളുകൾ മര്യാദക്കാരാകുമെന്നാണ് പറയുന്നത്. അവരുടെ സ്വഭാവം തന്നെ അച്ഛനിട്ടിരിക്കുന്നത് അതല്ല, എൻ്റേതും അതല്ല, ഇപ്പോൾ എൻ്റെ ഉണ്ട് സാധനം.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് നമുക്ക് മാറ്റം ഉണ്ടാകും. അത് ഈ പറഞ്ഞതിന് ചുരുക്കം. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു പോയെങ്കിൽ അവർക്ക് വലിയ മാറ്റമുണ്ടാകും. അങ്ങനെ മാറ്റം ഉണ്ടായ 3 പേരാണ് പീറ്റർ, ജെയിംസ്, ജോൺ. ഈ 3 പേർക്കും വലിയ മാറ്റമുണ്ടായി. അതിനെക്കുറിച്ച് നാളെ നേരം കിട്ടുകയാണ്. ശകലം കൊണ്ട് വല്ല ഇപ്പോൾ തുടങ്ങിയാൽ നിർത്തുക. ഞങ്ങൾ അധ്യാപകരുടെ ഒരു അസുഖമാണ്, തുടങ്ങിയാൽ തീർത്തില്ല. അത് മാത്രമല്ല, ഇന്ന് നാളെയുമായി എല്ലാ മരിച്ചുപോയവരെയും നമ്മൾ പൊതുവായിട്ട് ഓർത്ത് അവരുടെ പ്രാർത്ഥന ചോദിക്കുന്ന ദിവസമാണ്. ആട്ടെ, നിങ്ങൾ പറയണം, മിടുക്കരല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച എന്തോ പ്രത്യേകത, ആരെയും ഓർത്തല്ല, ആരെയായിരുന്നു? അച്ഛനോട് ചോദിക്കല്ലേ, നിങ്ങൾ കേട്ടതാ? മുമ്പേ നല്ല ഉത്തരം പറഞ്ഞില്ലേ? ഇപ്പോൾ ഒന്ന് പറയാമെന്ന് നോക്കി. മരിച്ചുപോയ എല്ലാ വൈദിക സ്ഥാനികളെയും ഓർത്തു. നാളെ എല്ലാ മരിച്ചുപോയവരെ ഓർക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത്? അത് നിങ്ങൾ പറയത്തില്ല, ഇവിടെ ഇരിക്കുന്നവർ പറയും. ഒരാഴ്ച കഴിഞ്ഞാൽ എന്തോ സംഭവം? ഉറക്കെ പറയുമ്പോളേ, അങ്ങോട്ട് നോക്കുന്നത് എന്തിനും, ഇങ്ങോട്ട് നോക്കിയപ്പോൾ ധൈര്യമായിട്ട്. ഇപ്പോൾ തെറ്റാണേ തെറ്റ് പറഞ്ഞേക്കണം, അതാ ധൈര്യം. തെറ്റോ ശരിയോ വിളിച്ച് പറഞ്ഞേക്കണം. നമുക്കറിയാവോ? കാനാവിലെ കല്യാണത്തിന് അത് അതിൻ്റെ വലിയൊരു 50 ദിവസമേ ഉണ്ടല്ലോ. എന്തോ അത് വലിയ നോമ്പ്, അങ്ങനെ പറ. അതിൻ്റെ ആദ്യ ഞായറാഴ്ച കാനാവിലൊക്കെ ഇപ്പം വലിയ നോമ്പ് തുടങ്ങുകയാണ്. അടുത്ത ഞായറാഴ്ച മറക്കല്ലേ, ഗ്രേറ്റ് ലെൻറ്റ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാരില്ലയോ? ആണോ അതാ മലയാളമാണോ? ഇംഗ്ലീഷ് മീഡിയം. നിങ്ങൾക്കറിയാം, വലിയ നോമ്പ്, ഗ്രേറ്റ് ലെൻറ്റ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അപ്പോൾ ഇന്ന് ചിന്തിച്ച് നോക്കി, നോമ്പൊരു പ്രത്യേക സംഗതിയാണെന്ന് അച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിലോട്ട് തുടങ്ങുന്നതിന് മുമ്പ് 2 കൂട്ടരോട് നമ്മൾ പോയി ഷാലോം, സമാധാനം, ശ്ലോമോ തന്നെ. 2 കൂട്ടരോട് നമ്മൾ പോയി കൈകൂപ്പി സമാധാനം പറയുകയാണ്. ഒന്ന്, മരിച്ചുപോയ എല്ലാ വൈദിക സ്ഥാനികൾ. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയിൽ എല്ലാ ഫെയ്ത്ത്ഫുൾ ഡിപ്പാർട്ടഡ് എല്ലാം മരിച്ചുപോയി. ഇവരെ കണ്ട് വണങ്ങി അവർക്ക് സമാധാനം ചോദിച്ച് സമാധാനം കൊടുത്തിട്ടാണ് നമ്മൾ വലിയ. എന്തോരം അർത്ഥമുള്ള കാര്യമായി നമ്മളിതൊന്നും ഓർക്കാറില്ല. ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ദ ഗ്രേറ്റ് ലെൻറ്റ്. വലിയ നോമ്പ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും നിരപ്പാകും. നോമ്പ് തുടങ്ങുന്ന 1-ാമത്തെ ദിവസം ഒരു ശുശ്രൂഷയുണ്ടല്ലോ, അത് ആർക്കെങ്കിലും പറയാം എന്താണെന്നുള്ളത്? സുറിയാനിയാണ്, ചുവക്കാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും പ്രകൃതിയോടൊക്കെ നമ്മൾ താതാത്മ്യപ്പെട്ട് അവർക്ക് ഈ ഷാലോം പറയുന്നു. 1-ാം ദിവസം നിരപ്പാകുക. ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ആകുന്നതിൻ്റെ പേരാണ് നിരപ്പ്. ഉയർച്ച താഴ്ചകളൊന്നും ഇല്ലാതെ നേരെ പോകുക. അപ്പോൾ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ ചെയ്തേച്ചാൽ വലിയ നോമ്പ് തുടങ്ങുന്നു.